ഇത് കാക്കശ്ശേരിസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഫിലിപ്പിനോസ്, ഇന്ത്യൻസ്, ഈജിപ്ഷ്യൻസ്, പാകിസ്ഥാനീസ്, യൂറോപ്യൻസ്, അമേരിക്കൻസ് ഇവരെല്ലാവരും കൂടെ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് വന്നിരിക്കുകയാണ്. ഖത്തർ ജപ്പാൻ ഏഷ്യൻ കപ്പ് ഫൈനൽസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും അവരുടെ കൂടെ കൂടുന്നു. നിങ്ങളറിയണം, ഒരു ഗോൾ പോലും വഴങ്ങാത്ത ഖത്തർ. അങ്ങനെയാണ് ഖത്തർ AFC 2019 ഫൈനലിലേക്ക് എത്തിയിട്ടുള്ളത്. മൊത്തം രാജ്യം ഇന്ന് സ്ക്രീനിന്റെ മുന്നിലാണ്. ഓൾ ദി ബെസ്റ്റ് ഖത്തർ. I was thinking that he needs to go on the outside, one-on-one situations, but no, it's a great delivery to Al-Mawazani. It was almost a celebration. ഖത്തർ ജയിക്കും അല്ലേ? ജയിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പ്രതീക്ഷിക്കാത്തൊരു ഗോൾ ഇപ്പോൾ കിട്ടി. അതെ, അത് ഒരുപാട് പ്രാവശ്യങ്ങൾ കണ്ടു. ശക്തമായ ജപ്പാനെതിരെയായി 2-0 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നത് ഈ നാടിന്റെ ആവേശം. 28 മിനിറ്റ് ആയപ്പോഴേക്കും 2-0. ബാക്കിയുള്ള മാച്ച് നമുക്ക് കണ്ടു നോക്കാം. നാട്ടിലെ ഉത്സവ പറമ്പിലെത്തിയൊരു ഫീല്. അത്രയധികം ആൾക്കാരുണ്ട് ഇവിടെ. പല പല സ്ഥലങ്ങളിലായിട്ടാണ് ഖത്തറിൽ ഇത് ലൈവ് സ്ക്രീനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറേ സ്ഥലത്തുണ്ട്. ആസ്പൈൽ സോൺ, സൂക്ക് വാക്കിഫ്, മിയ പാർക്ക് ബസാർ, പിന്നെ ഖത്തർ എയർവേസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലുള്ള പാർക്കിങ്ങിലും ഇവിടെ നല്ല തിരക്കാണ്. പിന്നെ ഇവിടെ ഫ്രീ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. വരുന്നവർക്ക് എല്ലാവർക്കും പോപ്കോൺ, ചായ, ജ്യൂസ്, സ്നാക്സ്, അങ്ങനെ നോൺ സ്റ്റോപ്പ് ഫുഡ് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. ഫസ്റ്റ് ഹാഫ് കഴിയാൻ വെറും 5 മിനിറ്റ്. ഇപ്പോൾ ഖത്തർ 2-0 മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഖത്തർ AFC 2019 വന്ന വഴി ആദ്യം ലെബനനോടുകൂടി കളിച്ചു, 2-0 ജയിച്ചു. പിന്നെ ഖത്തർ നോർത്ത് കൊറിയയുമായി കളിച്ചു, 6-0 ജയിച്ചു. പിന്നെ ഖത്തർ സൗദിയുമായി കളിച്ചു, 2-0 ജയിച്ചു. ഖത്തറിന്റെ പിന്നെ കളി ഇറാഖുമായിട്ടായിരുന്നു, വളരെ ടഫായിരുന്നു, 1-0 ജയിച്ചു. പിന്നെ ഖത്തർ കളിച്ചത് ശക്തരായ സൗത്ത് കൊറിയ ആയിട്ടാണ്, 1-0 ജയിച്ചു. പിന്നെ സെമി ഫൈനൽസ് കളിച്ചത് UAE ആയിട്ടാണ്, 4-0 ഖത്തർ ജയിച്ചത്. അങ്ങനെ ഇന്ന് നമ്മൾ ഖത്തർ ഫൈനൽ എത്തിയിരിക്കുകയാണ് ജപ്പാന്റെ കൂടെ. ഹാഫ് ടൈം എത്തിയിരിക്കുമ്പോൾ ഖത്തറിന്റെ സ്കോർ 2-0. അൽമോസ് അലി അബ്ദുള്ള, ഖത്തറിന്റെ ഫേവറേറ്റ് കളിക്കാരൻ, AFC 2019 മാത്രം അടിച്ചത് 8 ഗോളുകൾ. ഇന്ന് പുള്ളി തന്നെയാണ് ആദ്യത്തെ ഗോൾ അടിച്ചത്. ഒരു 45 മിനിറ്റ്സ് കൂടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി. 4 ഗോൾ അടിക്കുന്നുണ്ട് എല്ലാവരും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും.
എന്തായാലും ഈ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോൾ എന്താ കഴിഞ്ഞ സെമി ഫൈനൽ കഴിഞ്ഞ ശേഷം ഈ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. ഞങ്ങൾ റെഡിയാണ്, കൊടിയൊക്കെ ആയിട്ട് ഇപ്പോഴേ റെഡിയാണ്. കഴിഞ്ഞ മാച്ച് ഫുൾ നൈറ്റ് ഞങ്ങൾ കോർണീസിലായിരുന്നു, ഓൾമോസ്റ്റ് ഒരു 3 മണി വരെ. 3 മണിക്കാണ് തിരിച്ചെത്തിയത്. കളിച്ച് റൺ വീഴും 4 മിനിറ്റുകൾ മാത്രം. ഖത്തർ ഇതാ 3-1 മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിലുള്ള ജനക്കൂട്ടം ആവേശഭരിതരായിരിക്കുകയാണ്. ഖത്തർ ജയിക്കും തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം. ഫെലിക്സ് ഷാഷോയുടെ കോച്ചിങ്ങിൽ ഖത്തർ ഇതാ ഏഷ്യ കപ്പ് ഫൈനൽ ജയിച്ചിരിക്കുകയാണ്. നാല് പ്രാവശ്യം ചാമ്പ്യൻസായ ജപ്പാനെ തോൽപ്പിച്ചുകൊണ്ട് ഖത്തർ ഇതാ AFC ചാമ്പ്യൻഷിപ്പ് എടുത്തിരിക്കുകയാണ്. ഇത് ഖത്തറിന്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ കൂടി. കൺഗ്രാറ്റ്സ് ഖത്തർ. കളി കഴിഞ്ഞ എല്ലാവരും കോർണേഷനിലേക്ക് പോയിട്ടുണ്ട്. മിക്കവാറും ചിലപ്പോൾ ഫയർ വർക്ക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, അത്രയധികം ബ്ലോക്ക് ആയിരുന്നു. ഞങ്ങളുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്. അപ്പോൾ ഒരിക്കൽ കൂടി ഖത്തറിന് അഭിവാദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. All the best, Qatar.